രാജ്യത്ത് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാരലിന് $70 താഴെ എത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ വില കുത്തനെ കുറയുന്നത്. പെട്രോൾ ഡീസൽ വിലയിൽ ഉടനടി കുറവുണ്ടായേക്കില്ല. രാകേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയമുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം ക്രൂഡ് ഓയിൽ വില കുറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉള്ളിലൊരു സന്തോഷമായിരുന്നു. കാരണം മറ്റ് പെട്രോൾ ഡീസൽ വിലയും ഒക്കെ അത് ബാധിച്ചേക്കാം, പ്രതിഫലിക്കുമെന്ന്. പക്ഷെ അതിലിപ്പോൾ ഉടനെ പ്രതിഫലിക്കാനുള്ള സാധ്യത ഇല്ലേ? സേതുലക്ഷ്മി, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിലവിൽ ഏറ്റവും കുറഞ്ഞ വിലയാണ്, സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വില നോക്കുകയാണെങ്കിൽ ബാരലിന് $68 മാത്രമാണ്. പക്ഷേ അതേതായാലും വിലയിൽ പ്രതിഫലിക്കില്ല എന്നാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ തന്നെ വിശദീകരിക്കുന്നത്. കാരണം കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 56% കുറവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചപ്പോൾ അസംസ്കൃത എണ്ണയുടെ വില, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഉയർന്നിരുന്നു. മാർച്ച് 23 കണക്കുകൾ നോക്കുകയാണെങ്കിൽ $157 ആയിരുന്നു വില. അപ്പോൾ പകുതിയായി കുറഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ അതേതായാലും വിലയിൽ സാധാരണക്കാർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ പ്രതിഫലിക്കില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എണ്ണ കമ്പനികൾ പറയുന്നത്, കാരണം നേരത്തെ വലിയ കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റിരുന്നത്. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ ഉയർന്നപ്പോഴും രാജ്യത്ത് എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിറ്ററിന് വലിയ തോതിലുള്ള നഷ്ടം എണ്ണ കമ്പനികൾ സഹിച്ചിരുന്നു. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ആ നഷ്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന വില കുറവ് തൽക്കാലം പ്രതിഫലിക്കില്ല എന്നാണ് എണ്ണ കമ്പനികളുടെ ഭാഗത്തുണ്ടായ വിശദീകരണമായി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഏതായാലും ലിറ്ററിന് വില കുറഞ്ഞതുകൊണ്ട് തന്നെ പെട്രോൾ ലിറ്ററിന് 5 മുതൽ 6 രൂപ വരെ എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ട്. പക്ഷേ ഡീസലിന്റെ കാര്യത്തിൽ അത്ര ലാഭമില്ല, നഷ്ടം ഇപ്പോഴും സഹിക്കുന്നു എന്ന വിവരമാണ് എണ്ണ കമ്പനികൾ പങ്കുവെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ വിലക്കുറവ് ഉണ്ടായിട്ടും അതേതായാലും വിപണിയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത കുറവാണ്. സാധാരണക്കാർക്ക് ഏതായാലും വില കുറയ്ക്കുകയും ചെയ്യില്ല. നമുക്കറിയാം, മെയ് 15 ശേഷമുള്ള കണക്കുകൾ നോക്കിയാൽ 7.5 രൂപയാണ് പെട്രോളിനും ഡീസലിനും എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പക്ഷേ അവർ അതിന് നൽകുന്ന ന്യായീകരണം മറ്റു പല രാജ്യങ്ങളിലും വലിയ തോതിലുള്ള വില വർധന ഉണ്ടായി, അത് വെച്ച് നോക്കുമ്പോൾ നേരിയ വർധനവ് മാത്രമാണ് രാജ്യത്ത് ഉണ്ടായത്. അപ്പോൾ എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടം അക്കാലയിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതായാലും വില കുറയ്ക്കാനുള്ള സാധ്യത നന്നേ കുറവ് എന്ന വിശദീകരണമാണ് കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശരി.